എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു വെളിച്ചമുണ്ട് കേട്ടോ, വെയില് ഓണവെയിലാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല കേട്ടോ. തക്കാളിയും പരിപ്പാണ്, ഒരു സിമ്പിൾ കറി. ഏട്ടന് ചെറുതായിട്ട് പനിയാണ്, മാറിയിട്ടില്ല. അപ്പോൾ പനി കുറവുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ തക്കാളി കറി എങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. എന്നാലും എൻ്റെ കൈക്ക് പണി ഒന്ന് കത്തിയാട്ടത്. ഇന്ന് ഞാൻ അങ്ങനെ തന്നെ എടുക്കും. അതെയാ, വായി പൊളിച്ച് വായി പൊളിക്കുന്നത് മുറി എന്നിട്ട് ഇന്ന് അതന്നെ എടുത്തിരിക്കുകയാണ്. എന്താ സ്നേഹം, മയക്കി എടുക്കാറുണ്ട്. ഇതിങ്ങനെ കത്തണേ? ചിരട്ട പുറത്ത് വെച്ച വിറകടക്കം കത്തുമല്ലോ. ചിരട്ടിയിട്ട് വേണം. നല്ല വെളിച്ചപ്പോൾ കത്തിയപ്പോൾ ലൈറ്റ്. നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. ഇത് 1 ഗ്ലാസ് തുവരപ്പരിപ്പ് ഇട്ടാ, നന്നായി കഴുകിയതാണ്. സൂപ്പർ പരിപ്പാ, പെട്ടെന്ന് വേവും കേട്ടോ. ഒറ്റ വിസിൽ മതി. എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു വിസിൽ വരട്ടെ. അപ്പോൾ തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. ഒരു 1.5 പിടി തേങ്ങ കേട്ടോ. അര ടീസ്പൂൺ നല്ല ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അങ്ങോട്ട് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ. പരിപ്പ് എന്താ നോക്കാം. കറക്റ്റായിട്ട് ഒരു വിസിൽ വന്നു കേട്ടോ. ഞാൻ ചട്ടിയിലേക്ക് മാറ്റട്ടെ. ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് 2 വലിയ തക്കാളി ഇട്ടാ, നല്ല പുളിയുള്ള തക്കാളിയാണ്. 2 പച്ചമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങയിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വേഗട്ടെ കേട്ടോ തക്കാളി ഒന്ന്. തക്കാളി വെന്താ നോക്കട്ടെ. തക്കാളി വെന്തു കേട്ടോ, അത്രയും മതി, നന്നായി ഉടയണ്ട. കാണാൻ രസം. ഞാൻ അരപ്പിട്ട് കൊടുക്കട്ടെ. ഇന്നലെ ഞങ്ങളിത് തേങ്ങ ഇല്ലാണ്ട് വെച്ചു, ഇന്ന് ഞങ്ങൾ തേങ്ങ ഇട്ട് വെച്ചു. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി ഓണം സീരീസ് തുടങ്ങിയാലോ നമുക്ക്. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അരപ്പ് വെച്ചിട്ട് കറി തിളച്ചുട്ടാ, ഓഫാക്കുക. ഒന്ന് താളിച്ച് വയ്ക്കട്ടെ. സൂപ്പർ കറി, സിമ്പിൾ. ചീഞ്ചട്ടൻ ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇട്ടാ, 3 വറ്റൽമുളക്, കറിവേപ്പില. വെളുത്തുള്ളി മൂത്ത് വരട്ടെ. ഒരു നുള്ളു മുളക് പൊടി ഇട്ടാ കേട്ടോ, കളറിനാണ്. സൂപ്പർ കറി. സൂപ്പർ പരിപ്പും തക്കാളിയും കറി. ഒരു പപ്പടം, ഒരു മുട്ട വറുത്തതുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഊണ് കുശാൽ.
മുട്ടത്തോരൻ വെക്കട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ. 2 പച്ചമുളക്, ഒരു 2 കറിവേപ്പില, സവാള ഒന്ന് വഴണ്ട് വരട്ടെ. സവാള വഴണ്ട് വന്നു കേട്ടോ. അത്രയും മതി. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാണ്. ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കട്ടോ. ഒന്ന് ചിക്കി എടുക്കട്ടെ. നമ്മുടെ മുട്ട മസാലത്തോരൻ റെഡി ആയിട്ടാകണ്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. ചൂട് തുണി എടുക്കുന്നത് അതിൻ്റെ മുകളിൽ വെച്ച ചോറ് വന്ന് നോക്കട്ടെ. വേഗം വേഗണായിരിക്കും, റേഷനരിയാണ്. ചോറ് വന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. ചോറ് ഒട്ടാണ്ടിരിക്കാനാണത്. റേഷനരിയിൽ കുറച്ച് ഉപ്പിട്ട ചോറ് ഒട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ വെച്ചെടുക്കും. ചിലവർ കമത്തില്ലേ? ചിലവരെല്ലാം നിങ്ങളുടെ വീട്ടിലൊക്കെ കമത്തും. എല്ലാവരുടെയും കമത്തും. ഇങ്ങനെ ഉപയോഗിച്ചും കൂടെ ഒറ്റ കമത്തും. ഞാൻ മാത്രം ഇങ്ങനെ ഊറ്റിയെടുക്കുള്ളൂ കേട്ടോ. പെട്ടെന്ന് വന്നു. 10 മിനിറ്റ് കൊണ്ട് ചോറ് വന്നു. ഊറ്റിയെടുക്കും. എൻ്റെ പണി ഇതായിട്ടാ. കൈ മാറിയതാണ് കേട്ടോ. കുടിക്കാൻ വെള്ളം വെക്കട്ടെ കേട്ടോ. എനിക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. നേരം പോയിട്ടോ. നേരം പോയി. പരിപ്പ് കറി അത് വേണമെന്നൊന്നുമില്ല. പിന്നെ പടവലങ്ങ ഉപ്പേരി. നമ്മുടെ മുട്ടത്തോരൻ. എന്തൊക്കെയാ സൗണ്ട് ഈ നേരത്ത്? കൊണ്ടുവരുന്ന അതിനുണ്ട് കറി. പരിപ്പ് കറിക്ക് ഞാനത് മുട്ടത്തോരൻ വെച്ച് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റ.